ഹലോ, ഇന്ന് നമ്മൾ പോകുന്നത് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കാണ്. അതായത് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരിട്ട് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്കാണ് എത്തുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. അതായത് നമ്മളിതിൻ്റെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ക്ഷേത്രം കാണാൻ പറ്റുന്നത്. നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇനി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ ഇവിടുത്തെ ക്ഷേത്ര കവാടം രാവിലെ 4 മണി തൊട്ട് രാത്രി 12 മണി വരെ ഓപ്പൺ ആയിരിക്കും. പക്ഷെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 5 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് നമുക്കിവിടെ ദർശനം നടത്താൻ പറ്റുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളുടെ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ സമയത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ദർശനം നടത്താൻ പറ്റും. ഇത്രയും സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് ചോറൂണും ഇവിടെ വെച്ച് നടത്താറുണ്ട്. അപ്പോൾ അതിനും രാവിലെ തൊട്ട് വൈകിട്ട് വരെ സമയമുണ്ട്. അപ്പോൾ ആ സമയവും നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ടാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 16 കിലോമീറ്ററോളം ഉണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. എയർപോർട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു 30 കിലോമീറ്ററോളം വരും. എന്നാലും നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ സ്റ്റാൻഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴും തന്നെ ബസ്സും അതുപോലെ ടാക്സിയും ഒക്കെ അവൈലബിൾ ആണ്. മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഇവിടെ തെയ്യം കെട്ടിയാടാറുണ്ട്. ഇവിടുത്തെ വഴിപാടും അതിൻ്റെ നിരക്കും വിവരങ്ങളുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ ശിവനും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ വിഷ്ണുവിനെയുമാണ് ഇവിടെ തെയ്യം കെട്ടിയാടുന്നത്. തൻ്റെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് വന്ന് മുത്തപ്പനോട് പറഞ്ഞ് ആശ്വാസം തേടാമെന്നുള്ളതാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. നമ്മളിവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാ ദിവസവും ഊട്ടുപുരയിൽ അന്നദാനം നടത്തുന്നുണ്ടെന്നാണ്. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളത് കഴിക്കാനായിട്ട് നിന്നില്ല. ഇവിടെ അതുപോലെ ഭക്തജനങ്ങൾക്കുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ക്ഷേത്രത്തിന് സമീപ പ്രദേശങ്ങളിലേക്കുള്ള ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. അതിൻ്റെ സമയവിവരമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അതുപോലെ ഉല്ലാസയാത്രയും ഇവിടെ നിന്ന് നടത്തുന്നുണ്ട്, സർവീസ് ഉണ്ട്. ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിന്ന് ഇതിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടാണ് പോയത്. കാരണം നല്ല വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണുമ്പോൾ. പ്രസാദ വിതരണത്തിനുള്ള കൗണ്ടറാണ് നമ്മൾ ഈ കാണുന്നത്. രാവിലെ എല്ലാ ദിവസവും 7:30 തൊട്ട് രാത്രി 8 മണി വരെയാണ് പ്രസാദ വിതരണത്തിൻ്റെ സമയം. പ്രസാദ വിതരണത്തിനായിട്ടുള്ള റൂമിൻ്റെ ഉള്ളിൽ സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും 2 സൈഡിലായിട്ടാണ് പ്രസാദം അറേഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവർ വന്ന് പ്രസാദം തരികയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പ്രസാദം കഴിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ ഇവിടെ എത്തുന്ന ഭക്തരിൽ ഭൂരിപക്ഷം പേരും ഇവിടെ പ്രസാദം കഴിച്ചിട്ടാണ് പോരുന്നത്. ക്ഷേത്ര ദർശനം നടത്തി പ്രസാദമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വിശ്രമിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ പുറത്തിറങ്ങുമ്പോഴേക്കും ഒരുപാട് ഇതുപോലെ കൊച്ചു കൊച്ചു കടകൾ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രമാത്രം കടകൾ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവത്തേ ഇല്ല. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉടുപ്പിക്കാണ് പോകാനുള്ളത്. അതായത് ഇവിടെ നിന്നും ഏകദേശം ഒരു 189 കിലോമീറ്ററോളം ഉണ്ട് ഉടുപ്പിയിലേക്ക് എത്താനായിട്ട്. അതുപോലെ മംഗലാപുരം വഴി പോകുമ്പം ഒരു 5 മണിക്കൂറെങ്കിലും എത്തും നമ്മൾ അവിടം വരെ എത്തണം എന്നുണ്ടെങ്കിൽ. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ദർശനം നടത്താൻ സാധിച്ചു. അപ്പോൾ ഇനി ഉടുപ്പിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.